ഇന്ത്യൻ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ യോജിപ്പെന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അന്ന് ഞങ്ങൾ KSYF മാറി DYFI ആയി സംഘടിക്കപ്പെട്ട കാലം ഞങ്ങളവിടെ ആ വേദിയിൽ വലിയ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ താഴെ ഒരു മധ്യഭാഗത്തായിട്ട് ഇരിക്കുകയാണ്. DYFI രൂപീകരിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഈ സമ്മേളനം നടക്കുകയാണ്. വലിയ സമ്മേളനം, വമ്പിച്ച ജനാവലി, വളരെ ആവേശം. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യമെന്ന അംഗീകാരം നൽകി ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തിനെ സ്വീകരിച്ച കാലം. അന്ന് ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം എല്ലാ പ്രധാനപ്പെട്ട അന്നത്തെ DYFIയുടെ നേതാക്കളുണ്ടായിരുന്നു. ഇതിനിടെ അന്തരിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആദ്യം SFIയിലും പിന്നീട് DYFIയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. യാസർ അറാഫത്ത് സ്റ്റേജിലുണ്ട്, ഇന്ദിരാഗാന്ധിയുണ്ട്, മറ്റ് പ്രമുഖരായ നയതന്ത്ര പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. ഏതോ ഒരു സന്ദർഭത്തിൽ സുനി ചോപ്ര എന്ന DYFIയുടെ നേതാവിനെ യാസർ അറാഫത്ത് കാണുകയാണ്. നേരെ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാവരും അന്വേഷിക്കുമ്പോൾ യാസർ അറാഫത്ത് നേരെ നടന്ന് സ്റ്റേജിൻ്റെ വലതുഭാഗത്തുള്ള സുനി ചോപ്രയുടെ അടുത്തേക്ക് വന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഊഷ്മളമായ ഒരു സ്നേഹപ്രകടനം കെട്ടിപ്പിടിക്കുകയാണ്, കെട്ടിപ്പുണരുകയാണ്. എന്താണ് എന്ന് ആളുകൾ അത്ഭുതപ്പെട്ട് നോക്കുക. എന്താ സംഭവിച്ചത് എന്നറിയുന്നില്ല. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഞങ്ങൾക്ക് പിന്നീട് സുനിൽ ചോപ്ര പറഞ്ഞു തരുന്നത്. സുനിൽ ചോപ്ര ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമൊന്നുമായിരുന്നില്ല. നല്ല ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേക്ക് വിപ്ലവപരമായ ആവേശത്തിലൂടെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഒരു ആവേശം. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയതാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് സുനി ചോപ്ര യഥാർത്ഥത്തിൽ ഈ PLO ആയിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ PLO ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുമ്പോഴുള്ള പരിചയം വെച്ച് അന്ന് കണ്ടപ്പോൾ വന്ന് ആലിംഗനം ചെയ്തതാണ്. അവിടെ സംഭവിച്ചത് യാസർ അറാഫത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും നന്നാകുക എന്ന് ഉപദേശിച്ച് അവിടെ നിന്ന് PLOയിൽ നിന്ന് മാറി ഇന്ത്യയിൽ വന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് SFI ആയി, പിന്നീട് DYFI ആയി, കർഷക തൊഴിലാളിയായി, CPIMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായി, ഇപ്പോൾ അന്തരിച്ചു. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു ഹൃദയ വികാരമായിരുന്നു അത്. ഇങ്ങനെയാണ് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ചിന്തിച്ച ജനതയുടെ ഐക്യദാർഢ്യത്തിന് മുമ്പിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്, മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് ദേശീയ പ്രസ്ഥാനം, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ഇസ്രയേലിലേക്ക് പോയിക്കൂടാ, ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ പാസ്പോർട്ട്. അത് മാറ്റിയത് നരസിംഹറാവു ആണ് എന്ന് നിങ്ങൾ മറക്കണ്ട. അവരുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുകയും എംബസി തലത്തിലുള്ള ബന്ധം രൂപപ്പെടുത്തുകയും ചെയ്തത് നരസിംഹറാവു ആണ്. കോൺഗ്രസ്സാണ് ഇതിന് തുടക്കം. ഇപ്പോഴും BJP അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാമ്രാജ്യത്വ നിലപാടുകൾക്ക് കീഴടങ്ങി ഇപ്പോഴതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, ചേരിചേരായ്മ, അതിൻ്റെ ചലവനെന്ന രീതിയിലുള്ള ഇന്ത്യയുടെ പ്രത്യേകത, ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു രാജ്യമെന്ന രീതിയിൽ പലസ്തീനെ, PLOവിനെ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോയ ഈ ഇന്ത്യയുടെ പാരമ്പര്യം പൂർണ്ണമായിട്ട് വിട്ട് ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സാമ്രാജ്യത്വ ദാസ്യത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി
എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്തിലെ എല്ലാവരുടെയും താല്പര്യമാണെന്ന് വെച്ച് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടാളത്തപരമായ ഈ യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഐക്യനിര പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നിരവധി പ്രാസംഗികരുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാട് ഒറ്റക്കെട്ടായി പാലസ്തീൻ ജനതയുടെ പിറകിൽ ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞയാണ് ഈ റാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാഴ്ചപ്പാട്. അത് വെച്ചുകൊണ്ട് അതിവിശാലമായ ഐക്യപ്രസ്ഥാനം, ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ഐക്യപ്രസ്ഥാനം, ഇസ്രയേൽ വിരുദ്ധ ഐക്യപ്രസ്ഥാനം രാജ്യത്ത് രൂപപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ മഹാ റാലി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ 2.5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്.